ഹായ് ഫ്രണ്ട്സ്, ലാവണ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പഴുത്ത പനങ്ങയാണ്. അപ്പോൾ ഈ പനങ്ങ വെച്ചിട്ട് ഇന്നൊരു ഇലയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ പനങ്ങ വെച്ച് ഇലയപ്പം കഴിച്ചിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഇങ്ങനെ പഴുത്ത പനങ്ങയൊന്നും ഒരിടത്തും കിട്ടാനില്ല. ഇതെൻ്റെ അപ്പച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. ഈ പഴുത്ത പനങ്ങയ്ക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലല്ല ഇതിൻ്റെത്. കാരണം എനിക്ക് പൊതുവേ ഇതിൻ്റെ മണം അത്രത്തോളം ഇഷ്ടമല്ല. പക്ഷേ ഇത് ഇലയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മണമാണ് ഇത്. ഇതിലിരുന്ന് ആ ചെറിയ പനങ്ങ എടുത്തുമ്പോഴത്തേന് അത്രയ്ക്ക് നല്ലതല്ല കേട്ടോ. അതുപോലെ ഞാൻ അതങ്ങ് കളഞ്ഞു. പിന്നെ ഈ ഒരു വലിയത് മാത്രമേ എടുത്തിട്ടുള്ളേ. അപ്പോൾ അതൊരു 3 പീസായിട്ട് ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. പണ്ട് വെക്കേഷൻ ആകുമ്പോൾ അപ്പച്ചിയുടെ വീട്ടിൽ പോവേ. അപ്പോൾ അവിടെയാണ് ഇതുള്ളത്. അപ്പോൾ അവിടെ പഴുത്തിങ്ങനെ തറയിൽ വീണ് കിടക്കുന്നതിനെ നമ്മളെല്ലാവരും കൂടെ പറക്കിയെടുത്ത് കൊണ്ടുവന്ന് ഇടിച്ച് പൊട്ടിച്ച് ഇതിനകത്തൊരു തേങ്ങയാണ്, നമ്മുടെ സാധാ തേങ്ങ പോലെ തന്നെ കേട്ടോ. അപ്പോൾ അതിനെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നമ്മൾ. പനങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് 3 പീസ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. നമ്മൾ സാധാരണ ചക്കയപ്പം ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന സാധനങ്ങളാണ് കേട്ടോ എടുക്കുന്നത്. ചക്കയ്ക്ക് പകരം പനങ്ങ ചേർക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുൾ തിരുമ്മി എടുക്കുന്നുണ്ട്. ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് മാവിലുണ്ടാക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. കാരണം പനങ്ങയ്ക്ക് അധികം മധുരം ഉള്ളതല്ല, അതുകൊണ്ട് 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതൽ എടുക്കാം. പൊതുവേ ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ ഈ ശർക്കരയ്ക്ക്. അപ്പോൾ ആ ശർക്കര ഇതുപോലെ ഒന്ന് ചെത്തി എടുത്തിട്ടുണ്ട്. ഇവിടെ പനങ്ങ വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടാറുന്ന സമയം നമുക്കൊന്ന് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ചെത്തി വെച്ചേക്കുന്ന ശർക്കര ഇട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടുപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു 15 ഏലക്ക എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താലും മതി. ഞാനിപ്പം തല്ലിയാണ് എടുത്തിട്ടുള്ളത്. തല്ലി എടുത്തിട്ടുണ്ട്. ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പനങ്ങ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാമേ. ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയും തേങ്ങയും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര പാനി ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പനങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. പനങ്ങ ജ്യൂസ് ഫുൾ ചേർത്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളേ. അരിപ്പൊടിക്ക് നല്ല തരി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിക്കോളും മാവ്. ഈ മാവിനെ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ വെള്ളമെല്ലാം മാവിൽ പിടിച്ച് നല്ല തിക്കായിക്കോളും മാവ്. ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കേണ്ട, കുറച്ച് ലൂസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ ഈ പരുവത്തിലാണ് മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിന് ഞാൻ ഇവിടെ ഇല പറിച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെയൊക്കെ വട്ടത്താമര ഇല എന്നാണ് പറയുന്നത്. ഇതിന് നമുക്ക് സാധാരണ ഇലയപ്പം ഉണ്ടാക്കുന്നത് പോലെ ഇതിലേക്ക് മാവ് ചേർത്ത് ഇല മടക്കി നന്നായിട്ടൊരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇലയപ്പത്തിന്. നല്ല മണമാണ് ഇതിന്. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാത്തവരും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ പനങ്ങി കിട്ടുന്ന അവസരത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ശരിക്കും ഇതെൻ്റെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കി തരാറ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഈ പഴുത്ത പനങ്ങയുടെ മണം ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് മത്ത് പിടിക്കുന്ന ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ശരിക്കും അല്ല കേട്ടോ, നല്ല മണമാണ്. നമുക്ക് കഴിക്കാൻ തോന്നുന്നൊരു മണമാണ് ഇതിന്. ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. കണ്ടല്ലോ, കുറച്ച് സമയം മതി ഉണ്ടാക്കാനായിട്ട്. ചക്കയപ്പൊക്കെ ഉണ്ടാക്കുന്ന സമയം പോലും ഇതിന് വേണ്ട. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഒരെണ്ണം എടുത്ത് ഒന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ആ ഇലയുടേതും പനങ്ങയുടെ മണവും കൂടെ ആയപ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.